തലശ്ശേരിയുടെ രുചിചരിത്രത്തിൽ ഒരു നൂറ്റാണ്ട് പൂർത്തിയാക്കിയ MG റോഡിലെ BEMP ഹൈസ്കൂളിന് മുന്നിലുള്ള മോഡേൺ ഹോട്ടലിന്റെ 100ാം വാർഷികം ആഘോഷത്തിന് തുടക്കമായി. നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ K. സുരേഷ് അധ്യക്ഷനായി. സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. തലശ്ശേരിയിലെ മോഡേൺ ഹോട്ടൽ ചരിത്രം തന്നെയാണ്. 100 കൊല്ലം പൂർത്തിയാകുമ്പോൾ ചരിത്ര സംഭവം പൂർത്തീകരിക്കുകയാണ്. മോഡേൺ ഹോട്ടലിനെ പറ്റി നമ്മൾ സാധാരണ പറയാറുണ്ട്, എല്ലാ അർത്ഥത്തിലും മോഡേണാണ്. ആ മോഡേൺ എന്ന് വെച്ചാൽ ബോർഡില്ല. മറ്റെല്ലാ ഹോട്ടലുകൾക്ക് വലിയ ബോർഡൊക്കെ പ്രതിക്കാവുന്ന അന്ന് ബോർഡ് ഉണ്ടായിരുന്നു. അന്ന് ബോർഡുകൾ ഉണ്ടായിരുന്നില്ല. എന്നാലും മോഡേൺ ഹോട്ടലിൽ കേരളത്തിലെ മലയാളികളായ തലശ്ശേരിക്കാരെല്ലാവർക്കും അറിയാവുന്ന ഹോട്ടലാണ് മോഡേൺ ഹോട്ടൽ. കാരണം ഇത്രയും സ്കൂളുകൾ, BMP സ്കൂള്, സെൻറ്റ് ജോസഫ്, അതുപോലെ എല്ലാ 5ഓളം സ്കൂളുകളുടെ ഒരു വാർഷികത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലായതുകൊണ്ട് തന്നെ ഏതൊരു വിദ്യാർത്ഥിയും അറിയപ്പെടുന്ന ഹോട്ടലാണ്. പിന്നെ ചോറ് വിളമ്പുന്ന കാര്യം, സാധാരണ ഹോട്ടലിൽ പൈസ വാങ്ങിച്ചിടുക അതിൻ്റെ മുതലാളി സങ്കല്പം അതാണ്. ആ സങ്കല്പ വിരുദ്ധമായിട്ട് നേരത്തെ പറഞ്ഞു ദാമോട്ട് തന്നെയാണ് ചോറ് വിളമ്പുന്നത്. 1926 കുഞ്ഞിക്കണ്ണൻ ബട്ട്ലർ തലശ്ശേരിയിൽ മോഡേൺ ഹോട്ടൽ ആരംഭിച്ചത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് സായിപ്പിൻ്റെ അടുക്കളക്കാരനായി ജോലി ചെയ്തിരുന്ന കുഞ്ഞിക്കണ്ണൻ ചെറിയ ടീ ഷോപ്പായാണ് ഹോട്ടൽ തുടങ്ങിയത്. പിന്നീട് രുചികരമായ ഭക്ഷണത്തിലൂടെ മോഡേൺ ഹോട്ടൽ തലശ്ശേരിയിലെ ജനങ്ങളുടെ പ്രിയ കേന്ദ്രമായി മാറി. കുഞ്ഞിക്കണ്ണൻ ബട്ട്ലറിൻ്റെ മരണത്തിന് ശേഷം ഭാര്യ ദേവൂട്ടിയാണ് ഹോട്ടൽ നടത്തിപ്പ് ഏറ്റെടുത്തത്. പിന്നീട് എരഞ്ഞോളിയിൽ നിന്നുമെത്തിയ NK ദാമോദരൻ തൊഴിലാളിയായി എത്തി ഹോട്ടലിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തു. തലശ്ശേരി മാർക്കറ്റിൽ നിന്നും ഗുണനിലവാരമുള്ള പച്ചക്കറിയും മീനും വാങ്ങി വിഭവങ്ങൾ തയ്യാറാക്കിയത് ഹോട്ടലിന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. ഊണിനോടൊപ്പമുള്ള മട്ടൺ ചാപ്സാണ് ഇവിടെ എത്തുന്നവരുടെ പ്രിയ വിഭവം. ദേവൂട്ടിയുടെ മകൾ TK ദമയന്തിയെ വിവാഹം കഴിച്ച ദാമോദരൻ പിന്നീട് ഹോട്ടൽ കെട്ടിടം സ്വന്തമാക്കി വികസിപ്പിച്ചു. 82ാം വയസ്സുവരെ ഹോട്ടലിലെത്തി ഭക്ഷണം വിളമ്പിയിരുന്ന ദാമോദരൻ 2014 അന്തരിച്ചു. തുടർന്ന് മക്കളായ മുരളീധരനും പുഷ്പമിത്രനും ഹോട്ടൽ നടത്തിപ്പേറ്റെടുത്തു. 2021 പുഷ്പമിത്രൻ മരിച്ചതോടെ മുരളീധരന്റെ മകൻ അക്ഷയ് ചുമതലയേറ്റു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ അക്ഷയ് ബംഗളൂരുവിലെ ജോലി ഉപേക്ഷിച്ചാണ് കുടുംബ പൈതൃകമായ ഹോട്ടൽ നടത്തിപ്പിലേക്ക് എത്തിയത്. ഇപ്പോൾ 7 സ്ത്രീകൾ ഉൾപ്പെടെ 35 തൊഴിലാളികളാണ് ഹോട്ടലിൽ ജോലി ചെയ്യുന്നത്. 10 പേർ പാചകക്കാരാണ്. സ്വയം തയ്യാറാക്കുന്ന മസാല ചേരുവകളാണ് മോഡേൺ ഹോട്ടലിൻ്റെ രുചിയുടെ രഹസ്യം. സ്വന്തമായി ഉണ്ടാക്കുന്ന അച്ചാറിനും ആസ്വാദകരേറെ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 4 മണി വരെ ഊണും വൈകിട്ട് 5 മണി മുതൽ രാത്രി 9:30 വരെ ചായയും പലഹാരങ്ങളും ഇവിടെ ലഭ്യമാണ്. ചടങ്ങിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. അച്യുതൻ, KHRA ജില്ലാ സെക്രട്ടറി നാസർ മാഡോൾ, യൂണിറ്റ് പ്രസിഡന്റ് CCM മശൂർ, ശ്രീ ജ്ഞാനോദയ യോഗം പ്രസിഡന്റ് K. സത്യൻ, തലശ്ശേരി നഗരസഭ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ COT ഷബീർ, VA നാരായണൻ, സജീവ് മാറോളി, K. വിനയരാജ്, MP അരവിന്ദർഷൻ, MP സുമേഷ്, ജനാർദ്ദനൻ, ഷൈമ തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ള നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.